ജപ്പാനിൽ വലിയ ദുരന്തം വരും, ഇന്ന് രാവിലെ 5 മണിക്കാണ് ദുരന്തം സംഭവിക്കുക എന്നൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രവചനം ഒന്നും സാധ്യമായില്ല. പക്ഷേ കോടികളുടെ ഒരു ദുരന്തം ജപ്പാനിൽ സംഭവിച്ചിരിക്കുന്നു. എത്ര 300 കോടിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, വലിയ ഭീമമായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ റയോ തൽസുഗിയുടെ പ്രവചനത്തെ തുടർന്നുണ്ടായി. കാരണം അവരുടെ ടൂറിസം മേഖല നിശ്ചലമായി. വിമാന സർവീസുകളെല്ലാം ബാധിച്ചു. കാരണം അവിടേക്ക് പോകാനിരുന്നവരെല്ലാം യാത്ര റദ്ദാക്കി. അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടം ജപ്പാനെ സംബന്ധിച്ചുണ്ടായി. റയോ തൽസുഗി പലപ്പോഴും പ്രവചിക്കുന്നതൊക്കെ സത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടാകുന്ന മുന്നിൽ കണ്ട് അവിടെ ഒരുപാട് മാറ്റി പാർപ്പിക്കൽ നടപടികൾ, കടലിന് സമീപമുള്ളവരെല്ലാം മാറ്റി അവിടെ എല്ലാം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ടൂറിസം മേഖലയ്ക്ക് നഷ്ടം, വരുമാനത്തിലുണ്ടായ നഷ്ടം, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. ജൂലൈ 5 പുലർച്ചെ 4:15, അതായത് ഇന്ന് പുലർച്ചെ 4:15 വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് റയോ തൽസുഗിയുടെ പ്രവചനം. നമുക്കറിയാം, സുനാമിയെ സംബന്ധിച്ച് പണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ സുനാമി കണ്ടതാണ്. സുനാമിയുടെ പ്രശ്നങ്ങൾ എന്താണെന്നും സുനാമി ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്താണെന്നും നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞതാണ്, നമ്മൾ മലയാളികൾ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഈ സുനാമി വളരെയധികം പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നൊരു സാധനമാണ് എന്നുള്ളത് എല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ റയോ തൽസുഗിയുടെ പ്രവചനത്തെ അത്ര ഭീകരതയോടെ, പേടിയോടെയാണ് നമ്മളെല്ലാം നോക്കിക്കണ്ടത്. എന്നാൽ ഇതുവരെ ജപ്പാനിൽ വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അവിടെ താമസിക്കുന്ന മലയാളിയായ റമീസ് പറയുന്നുണ്ട്. നിരവധി പേർ തനിക്ക് സന്ദേശം അയച്ചിരുന്നുവെന്നും നിലവിൽ കുഴപ്പമൊന്നുമില്ലെന്നും റമീസ് ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കി. ജപ്പാൻ സമയം രാവിലെ 7:35 ഇയാൾ വീഡിയോ പങ്കുവച്ചത്. 2 ആഴ്ചയ്ക്കിടെ 1000-ലധികം ഭൂകമ്പമാണ് ജപ്പാനിലുണ്ടായത്. എപ്പോഴും ജപ്പാനിൽ ഇങ്ങനെ ഭൂകമ്പവും സുനാമിയും ഒക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ 23-നാണ്. 183 ഭൂചലനങ്ങളാണ് അന്നേ ദിവസം ദ്വീപിൽ രേഖപ്പെടുത്തിയത്. ജൂൺ 26, 27 ദിവസങ്ങളിൽ ഈ ഭൂചലനങ്ങളുടെ എണ്ണം 15, 16 കുറയുകയും ചെയ്തു. പിന്നാലെ ജൂൺ 29-ന് 98 ഭൂചലനങ്ങളും ജൂൺ 30-ന് 62 ഭൂചലനങ്ങളും രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ജപ്പാനിൽ വലിയ നഷ്ടങ്ങൾ ലോകം മുഴുവൻ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു. ഈ 2 ആഴ്ചക്കിടെ 1000-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ അവിടെ താമസിക്കുന്നത്. 2021 കുറേ കൂടി ഭീതിതമായ വെളിപ്പെടുത്തലുകളാണ് അന്ന് റയോ വെളിപ്പെടുത്തിയത്. ജപ്പാനും ഫിലിപ്പൈൻസിനിടയിലുള്ള സമുദ്രാന്തർ ഫലകം വിണ്ടുകീറുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ തെക്കൻ ജപ്പാനിലെ ടോക്കരയിലാണ് 1000-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടാക്കിയത്. വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഭൂകമ്പങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് അവസാനിക്കുമെന്ന് പറയാനാകില്ലെന്നും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 21 മുതൽ ടോകര ദ്വീപ് ശൃംഖലയ്ക്ക് ചുറ്റുമുള്ള കടലുകളിൽ ഭൂകമ്പ സാധ്യതകൾ സജീവമാണെന്നും സുനാമി നിരീക്ഷണ വിഭാഗം ഡയറക്ടർ അയതാക എബിറ്റ പറയുകയുണ്ടായി. അവിടെ ഈ പറഞ്ഞ പോലെ കടലിൻ്റെ ഭാഗത്തൊക്കെയാണ് ഈ ടൂറിസം മേഖലയൊക്കെ ഉള്ളത്. അപ്പോൾ അതിലെല്ലാം വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ജപ്പാന് ഉണ്ടായിരിക്കുന്നത്. ജൂലൈ 5-ന്, അതായത് ഇന്ന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും റത്സുഗി പ്രവചിച്ചതോടുകൂടി അവർ പ്രിക്കോഷൻസ് എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ഒരുപാട് നഷ്ടങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കോവളത്ത് സുനാമി ഉണ്ടാകുന്നൊരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ഹോട്ടലുകളെല്ലാം ഒഴിപ്പിക്കേണ്ടി വരും. മൊത്തം വിമാനത്താവളം ഉൾപ്പെടെ എല്ലാം ഒഴിപ്പിക്കേണ്ടി വരും. കാരണം ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ലല്ലോ സുനാമി വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ജപ്പാനിൽ വലിയ പ്രിക്കോഷൻസ് എടുത്തു. ഈ ജപ്പാനീസ് ബാബ വാൻഗെ എന്നാണ് ഈ റയോയെ ജനങ്ങൾ വിളിക്കുന്നത്. ഇല്ലസ്ട്രേറ്ററായ റയോ 1999 പ്രസിദ്ധീകരിച്ചത് ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകമാണ് ജപ്പാൻകാരുടെ ആധാരം. തൻ്റെ വരയിലൂടെ ആണ് 2011 ഭൂകമ്പം റയോ 1999 തന്നെ പ്രവചിച്ചു വെച്ചത്. 2011 മാർച്ചിൽ മഹാദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു റയോ കുറിച്ചത്. 2021 കുറേ കൂടി ഭീതിതമായ വിവരങ്ങളാണ് റയോ വെളിപ്പെടുത്തിയത്. ജപ്പാനും ഫിലിപ്പൈൻസിനിടയിലുള്ള സമുദ്രാന്തർ ഫലകം വിണ്ടുകീറും, 4 ദിക്കിലും മാനം മുട്ടുന്ന തിരമാലകൾ ആഞ്ഞടിക്കും. 2011 ജപ്പാൻ്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുണ്ടായതിൻ്റെ 3 ഇരട്ടി വലിപ്പത്തിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കുമെന്നാണ് പ്രവചനത്തിൽ പറയുന്നത്. കഫേകളിലും ബാറുകളിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ജപ്പാൻ ചർച്ച ചെയ്യുന്നത് റയോയെക്കുറിച്ച് മാത്രമായിരുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറമില്ലെന്നും ആണ് സർക്കാർ വ്യക്തമാക്കിയത്. റയോയുടെ പ്രവചനം ചർച്ചയായതിന് പിന്നാലെ ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്ര ഉപേക്ഷിച്ചു, ഫ്ലൈറ്റുകൾ റദ്ദാക്കി. ഇതോടെ ഏകദേശം $3.9 ബില്യൺ നഷ്ടമാണ് ജപ്പാൻ ഉണ്ടാവുകയെന്ന് നൊമൂറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തുന്നു. 30% ഇടിവാണ് വിമാന ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ ഉണ്ടായതെന്ന് കമ്പനികളും വ്യക്തമാക്കുന്നുണ്ട്.
അഭ്യൂഹങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജപ്പാൻ കൊടുക്കേണ്ടി വന്നത് കനത്ത വിലയെന്നായിരുന്നു ടൊട്ടോക്കി പ്രവിശ്യയിലെ ഗവർണർ പ്രതികരിച്ചത്. ജപ്പാനിലേക്കുള്ള സർവീസുകൾ 2 ഹോങ്കോങ് വിമാന കമ്പനികൾ നിർത്തിവെച്ചു. 83% ആകെയുണ്ടായ ഇടിവെന്നും കണക്കുകൾ പറയുന്നു. മാർച്ച് 28-ന് മ്യാൻമറിലുണ്ടായ ഭൂചലനമാണ് ജപ്പാനിലും വൻ ഭൂകമ്പം ഉണ്ടാകുമെന്ന ആശങ്കയേറ്റുന്നത്. റയോയുടെ പ്രവചനം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന് മുന്നോടിയാണിതെന്നും ചിലർ കുറിച്ചു. എന്നാൽ ജനങ്ങൾ ഭയചകിതരാകേണ്ട ആവശ്യമില്ലെന്നും സുനാമി അടക്കമുള്ളവ അത്യാധുനിക ശാസ്ത്ര സംവിധാനങ്ങളുടെ പിന്തുണയോടെ പ്രവചിക്കാൻ കഴിയുമെന്നും ഇത് കേവലം അഭ്യൂഹം മാത്രമാണെന്നും ടോക്കിയോ സർവകലാശാലയിലെ പ്രൊഫസർ സാക്കിയ നവോയ പറയുന്നു. എവിടെ എപ്പോൾ എത്ര തീവ്രതയിൽ ഭൂചലനം ഉണ്ടാകുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും കോമിക് ബുക്കിൽ എഴുതിയത് കണ്ട് പരിഭ്രാന്തരാകുന്നതിൽ കാര്യമില്ല. പക്ഷേ ജപ്പാൻ ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പ സാധ്യത മേഖലയിലായതിനാൽ എപ്പോഴും ഏത് പ്രകൃതി ദുരന്തത്തെയും നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്ന സാമാന്യ തത്വമാണ് ഓർമ്മയിൽ വേണ്ടതെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതായത് ജപ്പാനിൽ നിരന്തരമായിട്ട് ഈ പറയുന്ന ഭൂചലനമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടുത്തെ കുട്ടികൾക്കൊക്കെ തന്നെ സ്കൂളിൽ തന്നെ ഈ പറയുന്ന ഭൂകമ്പത്തെ നേരിടാനുള്ള ട്രെയിനിങ് ഒക്കെയാണ് അവിടെ കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത എന്ന് പറയുന്നത് ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പണ്ട് നമുക്കറിയായിരുന്നു, ഏതാണ്ട് മായൻ കലണ്ടർ അതിൻ്റെ ഫലകങ്ങളാണ്, അത് കളിമണ്ണിലുള്ള ഫലകങ്ങളിലാണ് മായൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള കലണ്ടറുകൾ സൂക്ഷിച്ചിരുന്നത്. ആ കലണ്ടറുകൾ പ്രകാരം 2012 ലോകം അവസാനിക്കുമെന്നൊരു കണ്ടെത്തലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ കലണ്ടർ അവസാനിക്കുന്ന 2012 അപ്പോൾ ലോകാവസാനം 2012 എന്ന് പറഞ്ഞിട്ടാണ് 2012 എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇറങ്ങിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ലോകം അവസാനിക്കാൻ പോകുന്നു, ഇങ്ങനെയാണ് ലോകാവസാനം, മായൻ കലണ്ടർ പ്രകാരം ഇങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ വെറും അന്ധവിശ്വാസമായിട്ട് ഈ പറയുന്ന പോലെ ജപ്പാന്റെ അതോറിറ്റി പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇതിനൊന്നും ഇല്ല. ഇപ്പോൾ 2000 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥനകളുമായിട്ടും ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചില ആൾക്കാർ. അപ്പം ഇത്തരം കഥകൾക്ക് പിറകെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഊഹാപോഹങ്ങൾ. അപ്പം ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി വായിച്ച ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ലേഖനമാണ്. അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിളാണ്. അതിനകത്ത് പറയുന്നത് ഇവർ ഈ പറയുന്ന പ്രവചിച്ചിരിക്കുന്ന കാര്യം സത്യമാണ്, പക്ഷേ അതിൻ്റെ സമയം ഇതല്ല എന്നുള്ളതാണ്. അതായത് ഇവർ ഈ പറയുന്ന കൃത്യമായി കാലഗണന ഇവരുടെ മനസ്സിൽ വന്നതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്, ഒരു സങ്കല്പമാണെങ്കിലും ശരി. അപ്പോൾ അവർ നടത്തിയ കാലഗണനയിലുണ്ടായ പിശകാണ്. അതായത് ടൈമും സ്പേസും തമ്മിലുള്ള ഒരു കണക്ഷന്റെ പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ വേറെ ശാസ്ത്രീയ വശമൊക്കെ കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ദുരന്തം ഉറപ്പായിട്ട് സംഭവിക്കും, ഉടനെ തന്നെ അധികം താമസിക്കില്ല, പക്ഷെ സമയത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ കഥകൾ വരുന്നുണ്ട് എന്നുള്ളത്. ഇവർ പറഞ്ഞ സമയത്തല്ല ഇത് ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ജപ്പാനിൽ ഉള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഭൂകമ്പം വരാനുള്ള സാധ്യത ഒന്നും ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതിന് പഠനങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നു. ഇത്തരം സുനാമിയോ ഒന്നും സംഭവിക്കാനായിട്ട് ഉടനെ പോകുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ പറഞ്ഞു. പക്ഷെ അതിനുശേഷമാണ് ഇത്തരം അഭ്യൂഹങ്ങളും ഇത്തരം കഥകളും ഒക്കെ ഇറങ്ങുന്ന. കഥകൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇവർ പറഞ്ഞ സമയത്തിലാണ് പ്രശ്നം. ആ ദുരന്തം അധികം വൈകാതെ സംഭവിക്കുന്നു. അത് ഏത് സമയത്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അധികം നീണ്ടുപോകില്ല, ആ സമയം അവരുടെ കാലഗണനയിലാണ് പ്രശ്നം വന്നത് എന്നാണ് ഈ പറയുന്ന പുതിയ തിയറി പറയുന്നത്. അപ്പോൾ ദുരന്തം വരും, സംഭവിക്കാനിരിക്കുകയാണ്, ഉറപ്പായിട്ട് സംഭവിക്കുമെന്ന് ആ ലേഖനമാണ് ഇടുന്നു. അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു തിയറിയാണ്. ഇത് വളരെ അബദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. ശാസ്ത്രീയമായിട്ട് സുനാമിയോ ഭൂകമ്പമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ സീസ്മിക് വേവുകളൊക്കെ അളക്കാനും അത് എങ്ങനെയാണ് ഉണ്ടാവാനുള്ള സാധ്യത എവിടെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ കൃത്യമായ പഠനങ്ങളൊക്കെ നടത്തി പറയാൻ കഴിയും. അല്ലാതെ ഇത് പ്രവചിക്കുന്നത് ശാസ്ത്രീയമായി ശാസ്ത്രീയമായിട്ട് പ്രവചിക്കുന്ന കാര്യങ്ങൾ പോലും പൂർണ്ണമായിട്ട് നടക്കാറില്ല. ഇന്ന് മഴ പെയ്യും, ഇന്ന മേഖലയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ മഴ പോലും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പരമാവധി വരാനുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ളതല്ല, അത് പൂർണ്ണമായിട്ട് പ്രവചിക്കാനും കണ്ടെത്താനും ഒക്കെ പ്രയാസം തന്നെയാണ്. അപ്പോൾ ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ ഇവർ പറഞ്ഞ ഈ കാര്യത്തിന് പ്രത്യേകിച്ചൊരു വിലയുമില്ല. പക്ഷേ ആ വില കൊടുക്കേണ്ടി വന്നത് ജപ്പാന്റെ സാമ്പത്തിക സ്ഥിതിയിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്നത് ഒട്ടും ഗുണകരമായിരിക്കില്ല എന്നുള്ളൊരു പാഠം കൂടി ഇപ്പോൾ ലഭിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.